മണ്ണിനെയും മരങ്ങളെയും കുളിരണിയിച്ച് മഞ്ഞു പെയ്യുന്ന ധനുമാസം. തണുത്തുറഞ്ഞ ആ രാത്രിയിൽ തീ കാഞ്ഞിരിക്കുകയായിരുന്നു ആട്ടിടയർ. അവർക്കു മുകളിൽ വൃക്ഷത്തലപ്പുകൾക്കുമീതെ വലിയ പ്രകാശം അവർ കണ്ടു. അതിശയിച്ചു നിന്ന അവരുടെ കാതുകളിൽ മാലാഖമാരുടെ ഗാനമെത്തി. ക്രിസ്മസിനെ വരവേൽക്കാൻ അവസാനഘട്ട ഒരുക്കങ്ങളാണ് എവിടെയും. നമ്മുടെ ആലപ്പാട്ടച്ഛനും തിരക്കിലാണ്. ഇപ്പോൾ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന തൃശ്ശൂരിലെ ഏങ്ങണ്ടിയൂർ MI മിഷൻ ആശുപത്രിയുടെ മുറ്റത്ത് ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവർ കൂടിയാലോചിക്കുന്നത്. ക്രിസ്മസ് മരം അലങ്കരിക്കുന്നതിനെക്കുറിച്ച് വൈദ്യനും വൈദികനുമായ റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിനെ വ്യക്തവും വ്യത്യസ്തവുമായ ബോധ്യങ്ങളുണ്ട്. പുൽക്കൂട്ടിന് മുകളിൽ ഉദിച്ച നക്ഷത്രം കണ്ടാണ് പൂജരാജാക്കന്മാരും ആട്ടിടയന്മാരും ഉണ്ണീശോയുടെ ജനനം തിരിച്ചറിഞ്ഞത്. അന്നു മുതൽ ദീപങ്ങളും അലങ്കാരങ്ങളുമൊക്കെ ക്രിസ്മസ് ഓർമ്മയുടെ ഭാഗമായിരുന്നു. പിന്നീട് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം കുറേ കൂടെ വാണിജ്യവൽക്കരണം ലോകത്തിൽ നടന്നപ്പോൾ ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളും മറ്റുമൊക്കെ അത് ഒരു നിയന്ത്രണം വിട്ട ഒരു ശൈലിയിലേക്ക് പോവുകയായിരുന്നു. മാസങ്ങളോളം നീണ്ടു നിൽക്കുക വൈദ്യുത അലങ്കാരങ്ങളും മറ്റും ഉണ്ടായി. പിന്നീട് ക്രിസ്മസ് മരങ്ങൾ, അതിൽ ബൾബുകളും മറ്റുമൊക്കെ ചാർത്തി അലങ്കരിക്കുന്ന നക്ഷത്രങ്ങളും അതൊക്കെ കുട്ടികളുടെ ഒരു വലിയ ഉത്സവമായിരുന്നു. പക്ഷേ സംഭവിച്ചത് ഈ ക്രിസ്മസ് ട്രീ അത് അലങ്കരിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും വലിയ മരങ്ങൾ വെട്ടിക്കൊണ്ട് വീടിൻ്റെ മുറ്റത്ത് നാട്ടിക്കൊണ്ടാണ്. അത് അലങ്കരിക്കാനായി ലോകമെമ്പാടും ക്രിസ്മസ് കാലഘട്ടത്തിൽ നിരവധിയായ മരങ്ങളാണ് വെട്ടി നശിപ്പിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്മസ് കഴിഞ്ഞാൽ അത് കത്തിച്ച് കളയുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഗുണവും അതുകൊണ്ട് ഉണ്ടായിരുന്നില്ല. യൂറോപ്പിലൊക്കെ ഇപ്രകാരത്തിൽ ടൺ കണക്കിന് മരങ്ങളാണ് വെട്ടി നശിപ്പിച്ചിരുന്നത്. അതേ അനുകരണം നമ്മുടെ നാട്ടിലുമുണ്ടായി. ആദ്യകാലങ്ങളിൽ ചൂളമരമായിരുന്നു അന്വേഷിച്ച് നടന്നത്, കാഷ്വറീന. അതെല്ലാം വെട്ടിക്കൊണ്ട് അലങ്കരിക്കുമായിരുന്നു. കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷേ 3-4 ദിവസം കഴിയുമ്പോഴേക്കും ആ ഇലകളൊക്കെ വാടിപ്പോകും. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഉണ്ണീശോയുടെ ആഗമനത്തെ അനുസ്മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുന്നു എന്നത് വലിയ ഖേദകരമായ ഒരവസ്ഥയാണ്. ഇത് പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മരം മാത്രമാണ് അതിനൊക്കെയുള്ള ഏക ഒരു പോംവഴി എന്ന് മനസ്സിലാക്കിയ കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും മരം വെട്ട് ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയത്. ആദ്യകാലത്തൊക്കെ ഇതിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. ക്രിസ്മസിന് ഒരു മരം വെട്ടുകയാണെങ്കിൽ ഇത്ര വലിയ നഷ്ടം സംഭവിക്കുമോ? പക്ഷേ പിന്നീട് ലോകം അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞു. നമ്മുടെ തന്നെ നാട്ടിൽ 48-49 ഡിഗ്രി വരെയൊക്കെ ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ, വെള്ളം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോ സി എന്ന ആ ഒരു ചാക്രിക ലേഖനത്തിലൂടെ പരിസ്ഥിതിയുടെ പ്രാധാന്യം ലോകത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതിൽ ഈ ലോകം ഒരു പൊതുഭവനമാണ് എന്നും ആർക്കും അത് നശിപ്പിക്കാൻ അവകാശമില്ലെന്നും പ്രകൃതി നശീകരണം പാപമാണെന്നും പരിശുദ്ധ പിതാവ് അടിവരയിട്ട് സംസാരിച്ചു. അതിനുശേഷം ഇത്തരത്തിൽ മരങ്ങൾ, ഈ കാണുന്ന പോലെയുള്ള മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച്, ഈ കാണുന്ന മാഞ്ചിയ മരത്തിന് കേവലം 1.5 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. അത് തഴച്ചു വളരുകയായിരുന്നു. നല്ല രൂപഭാവങ്ങളോടുകൂടി അത് വന്നു. അതാണ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ ആക്കി മാറ്റുന്നത്. അങ്ങനെ പല മരങ്ങളുണ്ട്. ആ മരങ്ങൾ 2-3 വർഷം കൊണ്ട് അത് നമുക്ക് നല്ല ഒരു ക്രിസ്മസ് ട്രീ ആക്കി വളർത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ സ്വന്തം ക്രിസ്മസ് ട്രീ നമ്മുടെ അതിൽ വർണ്ണങ്ങളൊക്കെ ചേർത്ത് അലങ്കരിച്ച് പ്രകൃതി സൗഹൃദമായ ഒരു ക്രിസ്മസ് ആഘോഷിക്കാനാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു മാതൃക ഈ ഏങ്ങണ്ടിയൂർ MI ഹോസ്പിറ്റലിലെ പരിസരത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ മരങ്ങളും നോക്കുകയാണെങ്കിൽ
2 വർഷത്തിന് താഴെയുള്ള വളർച്ച മാത്രമേ ഉള്ളൂ. ഇതിലും ചില മരങ്ങൾ ഇതിലും നന്നായി വളരുന്നതുണ്ട് ഓരോ പ്രകൃതിക്കനുസരിച്ച്. അതൊക്കെ നട്ടു വളർത്തുകയാണെങ്കിൽ മരം വെട്ടുക എന്നുള്ള പാപം ഒഴിവാക്കി സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ വീടുമുറ്റത്ത് നമ്മുടെ സ്വന്തം ക്രിസ്മസ് മരം തയ്യാറാക്കാൻ നമുക്ക് സാധിക്കും. താരം വാനിൽ മിന്നും രാവിൽ ദൂതരാർത്തു പാടി, നാഥൻ മണ്ണിൽ വന്നീരാവിൽ നാമുമാർത്തു പാടാം. താരം വാനിൽ മിന്നും രാവിൽ ദൂതരാർത്തു പാടി, നാഥൻ മണ്ണിൽ വന്നീരാവിൽ നാമുമാർത്തു പാടാം. കുഞ്ഞു പൂക്കളാടി കാറ്റിൽ മഞ്ഞു പെയ്തിറങ്ങി, പുൽക്കുടിലിൽ പാഴ്മണ്ണിൽ ഒരു സൂര്യൻ വരവായി, പുൽക്കുടിലിൽ പാഴ്മണ്ണിൽ ഒരു സൂര്യൻ വരവായി. താരപ്പൂക്കൾ വാനം നീളെ മിന്നും രാവിൽ, കാലിക്കൂട്ടിൽ കാലം നിന്നു കൈകൾ കൂപ്പി, വിണ്ണിൽ നിന്ന താരം മണ്ണിൽ വന്നീരാവിൽ, ആ കുഞ്ഞിൻ കണ്ണിൽ തുള്ളിക്കാണാം ഇന്നാവിന്നി. പാടുക നാം ക്രിസ്മസ് ഗീതങ്ങൾ, തേടുക നാം ക്രിസ്മസ് സന്ദേശം. ഹേ താരുകളെ താരകളെ വിണ്ണിൻ മുകിലുകളെ, താരുളിയിൽ മുങ്ങുക നാം ഈ ക്രിസ്മസ് രാത്രിയിൽ. പരിസ്ഥിതി സംരക്ഷണത്തിൽ ക്രൈസ്തവ സഭയുടെ പങ്ക് മാർപ്പാപ്പായുടെ ചാക്രിക ലേഖനത്തോടെ ഏറെ വ്യക്തമായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ വൃക്ഷങ്ങളെ സംരക്ഷിക്കാത്തതുമൂലം സംഭവിക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഈ വിഷയത്തിൽ എന്തെല്ലാം സഭയ്ക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചും ചിന്തിക്കേണ്ട സമയമാണ്. E questo deve essere l'atteggiamento nostro in confronto al creato. Custodirlo, perché se noi distruggiamo il creato ci distruggerà. Non dimenticare quello. ലോക ചരിത്രം 2000 വർഷത്തിലുള്ള ഈ കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ലൗദാത്തോ സി എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം ഇറങ്ങുകയും, അതായത് ഈ ഭൂമി ഒരു പൊതു സ്വത്താണ്, എൻ്റെയോ നിൻ്റേതൊന്നും അല്ല. മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികരിൽ നമുക്ക് ലഭിച്ചു, അത് അടുത്ത് കൈമാറേണ്ടതാണ്. നമ്മൾ കസ്റ്റോഡിയൻ, സൂക്ഷിപ്പുകാർ മാത്രമാണ്, സമ്പൂർണ്ണ അവകാശം ആർക്കുമില്ല. അതുകൊണ്ട് എന്ത് ഉദാത്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയാലും പരിസ്ഥിതിയെ മറന്നുകൊണ്ടുള്ള ഒരു വളർച്ച അത് ഒരിക്കലും നമുക്ക് സഹായകരമാകില്ല എന്ന് ഈ ലൗദാത്തോ സിയിലൂടെ പോപ്പ് ഫ്രാൻസിസ് ലോകത്തെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും നമ്മുടെ ഏറ്റവും ആദരണീയനായ ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ് എന്ന പേര് എടുത്തതോടുകൂടി ഫ്രാൻസിസിൻ്റെ എല്ലാ ഗുണഗണങ്ങളും ലോകം അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആഗോള കത്തോലിക്ക സഭയിൽ പരിസ്ഥിതി മധ്യസ്ഥനായി അറിയപ്പെടുന്നത് നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. ലൗദാത്തോ സി എന്ന ചാക്രിക ലേഖനത്തെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ടറിയാം. ഈ ചാക്രിക ലേഖനത്തിൽ പാപ്പ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിങ്ങനെയാണ്: നമ്മുടെ പിന്നാലെ വരുന്നവർക്ക്, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഏത് തരത്തിലുമുള്ള ലോകമാണ് നമ്മൾ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇതിനൊക്കെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള പല നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച ചുരുക്കം ചിലർ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ആലപ്പാട്ടച്ഛൻ. അച്ഛൻ്റെ ഏത് പ്രവർത്തനത്തിലും ഒരു ഹരിത ടച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മരം വെക്കലായാലും മരം വെട്ടാതിരിക്കാനുള്ള പ്രക്രിയകളാണെങ്കിലും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ആണെങ്കിലും എവിടെയും അച്ഛൻ പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന, മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നല്ല വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തി എന്ന നിലയിൽ വൈദികർക്ക് ചെയ്യാൻ സാധിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഉത്തമ മാതൃകയാണ് റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്. വിശേഷാവസരങ്ങളിലെല്ലാം വൃക്ഷത്തൈ നടുക ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഏതാനും വൃക്ഷത്തൈകൾ ഓർമ്മ മരങ്ങളായി നിൽപ്പുണ്ട്.
ജൂബിലി മിഷൻ ആശുപത്രിയുടെ ആശീർവാദ കർമ്മത്തിൻ്റെ സ്മരണയുണർത്തി നിലകൊള്ളുകയാണ് അതേ ദിവസം തന്നെ നട്ട നാഗലിംഗമരം. പീരങ്കിയുണ്ടകൾ കണക്കെ വലിയ കായകൾ കണ്ടുവരുന്നതിനാൽ കാനൻ ബോൾ ട്രീ എന്നും ഇതിന് പേരുണ്ട്. 1952 ഡിസംബർ 17 നട്ട നാഗലിംഗമരത്തെ ദശകങ്ങൾക്കിപ്പുറം ഇപ്പോഴും സംരക്ഷിച്ചു പോരുകയാണ് ഇവിടെ. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് സന്ദർശിച്ചതിൻ്റെ സ്മരണയ്ക്കായി നട്ട അശോകമരം ശാഖ പടർത്തി ഇവിടെ നിൽപ്പുണ്ട്. അരികിൽ പൂച്ചൂടി നിൽക്കുന്ന മന്ദാരം മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപക ഡയറക്ടറായ റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് തന്നെ നട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഹരിത സ്വപ്നങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് വൃക്ഷവൈവിധ്യത്താൽ സമ്പന്നമായിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ചെടികൾ നടുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു വിവാഹമായിരിക്കാം, വിവാഹ വാർഷികമായിരിക്കാം, ജന്മദിനമായിരിക്കാം, അല്ലെങ്കിൽ ചരമവാർഷികമായിരിക്കാം, ആരുടെയെങ്കിലും ഓർമ്മകളായിരിക്കാം, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളായിരിക്കാം. അതിലൊക്കെ മരം, അതിനെ ഓർമ്മിക്കാനായിട്ട് മരം നടുകയാണെങ്കിൽ അതൊരു വെറും പ്രവർത്തനമല്ല, ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുക. ഇപ്പോൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഈ ഭാഗത്തുള്ള ഏറ്റവും പഴക്കമുള്ള ഒരു ആതുരാലയമാണ്. 65 വർഷത്തോളം പഴക്കം. അത് ആരംഭിച്ചപ്പോൾ അതിൽ ഒരു കാനൻ ബോൾ എന്ന് പറയുന്ന നാഗലിംഗ മരം എന്നോ മറ്റുമാണ് അതിൻ്റെ പേര്, കാനൻ ബോൾ ട്രീ. ആ മരം നട്ടുകൊണ്ടാണ് അന്നത്തെ അതിൻ്റെ രക്ഷാധികാരിയായിരുന്ന ബിഷപ്പ് ജോർജ് ആലപ്പാട്ട് പിതാവ് ആ ആസ്പത്രി ഉദ്ഘാടനം ചെയ്തത്. 65 വർഷങ്ങൾക്ക് മുമ്പൊന്നും ഈ പരിസ്ഥിതി അത്ര വലിയൊരു ചർച്ചാ വിഷയമായിരുന്നില്ലല്ലോ. പക്ഷേ എങ്ങനെയോ പിതാവ് അങ്ങനെ ഒരു സത്കർമ്മം ചെയ്തുകൊണ്ടാണ് ഈ ആസ്പത്രി ആരംഭിച്ചത്. അതിങ്ങനെ വളർന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജൊക്കെ ആയിട്ട് നന്നായിട്ട് വളർന്നു വരുന്നു. പക്ഷേ എങ്കിലും അവർ ഈ 65 വർഷം കഴിഞ്ഞിട്ടും ഈ മനോഹരമായ വൃക്ഷം അവർ പരിരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. വളരെ മനോഹരമായ പൂക്കൾ, അത് പൂത്തു കഴിഞ്ഞാൽ ഒരു ഡെറ്റോളിൻ്റെ സുഗന്ധമാണ് ആ പ്രദേശത്ത് മുഴുവൻ. ആസ്പത്രിക്ക് ചേർന്ന മരം അത് എവിടുന്നോ പിതാവിനെ അങ്ങനെ കൊണ്ടുവന്ന് എവിടുന്ന് തൈ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിൻ്റെ ചരിത്രം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. വാസ്തവം പറഞ്ഞാൽ എൻ്റെ ഈ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളോടനുബന്ധിച്ച് മരം വയ്ക്കുക എന്നുള്ള ഒരു പദ്ധതിക്ക് പ്രചോദനമായത് ആ ഒരു സംഭവം തന്നെയാണത്. 1951 നടന്ന സംഭവമാണ്. പിന്നീട് ജൂബിലി മിഷൻ ആസ്പത്രി ഒരു മെഡിക്കൽ കോളേജ് ആയപ്പോഴും ഞാൻ അത് തന്നെ ആവർത്തിച്ചു. അവിടെ ഡയറക്ടറായിരുന്ന സമയത്ത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മരം നട്ടിട്ടാണ്, വെൽവെറ്റ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു മരം നട്ടാണ് അവിടെ ചെയ്തത്. പിന്നെ ആ സ്ഥാപനം സന്ദർശിക്കാനായി രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു, ഒരു പൊന്നശോകത്തിൻ്റെ മരം ഈ ഇവിടെ ഈ കോമ്പൗണ്ടിൽ ഒന്ന് അങ്ങയുടെ കരങ്ങൾ കൊണ്ട് വെച്ച് അങ്ങയുടെ വിസിറ്റ് അർത്ഥപൂർണ്ണമാക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹം ഒരു അശോകമരവും ആ കോമ്പൗണ്ടിൽ അവിടെ നടുകയുണ്ടായി. ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മ പരത്തിക്കൊണ്ട് ആ ഒരു മരം ആ കോമ്പൗണ്ടിൽ നിൽക്കുന്നുണ്ട്. വേറെ ചില സന്ദർഭങ്ങളിൽ ഹൗസ് വാമിങ്, പുതിയ വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊരു മരം. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ TS പട്ടാഭിരാമൻ, അദ്ദേഹം ആ വീട് ഹൗസ് വാമിങ്ങിന് ക്ഷണിച്ചപ്പോൾ ഞാൻ ചെന്നത് ഒരു അശോകത്തിൻ്റെ വൃക്ഷത്തൈയുമായിട്ടാണ്. അതവിടെ അദ്ദേഹം ആ ദിവസത്തിന് ഓർമ്മയ്ക്കായിട്ട് വെച്ചു. അവരുടെ മുറ്റത്ത് അത് മനോഹരമായി പൂത്ത് തളിർത്ത് നിൽക്കുന്നത് കാണുമ്പോൾ അത് ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം നൽകുകയാണ്. ഇന്നത്തെ പത്രത്തിൻ്റെ ഹെഡ്ലൈൻസ് കണ്ട ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു, കേരളം വരളുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന പലതും, ഈ പച്ചപ്പും കുളിർമയും ഒക്കെ നമ്മുടെ വരും തലമുറയ്ക്ക് കിട്ടുമോ എന്നതൊരു വളരെ വലിയ സംശയമായിട്ടിരിക്കുന്നു.
അപ്പോൾ അവർക്ക് കുറച്ചെങ്കിലും അത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച പഴഞ്ചൊല്ലുകൾ, അതായത് മരം ഒരു വരമാണ്, പിന്നെ സമ്പത്തു കാലത്ത് തൈപത്തു നട്ടാൽ ആപത്തു കാലത്തു കാപത്തു തിന്ന, ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ കുട്ടികളിൽ നമ്മൾ എത്രത്തോളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നത് അറിയില്ല. അപ്പം നമ്മളിങ്ങനെ വരുന്ന ഓരോ ഒക്കേഷൻസ്, ഒരു പിറന്നാളാവട്ടെ, കല്യാണമാകട്ടെ, ഷഷ്ടിപൂർത്തി, അങ്ങനെ ഓരോ ദിനം നമുക്ക് വീട്ടിൻ്റെ വളപ്പിൽ സ്ഥലമുള്ളവർ ഒരു മരം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് ഭാവി തലമുറയ്ക്കും നമ്മൾക്കും അതൊരു വലിയ സ്വത്തായിട്ട് മാറും. ഇപ്പം ഞങ്ങളുടെ വീട് ഈ പാല് കാച്ചിയിട്ട് 13 കൊല്ലമായി. അപ്പോൾ വീട്ടിൻ്റെ പാല് കാച്ചലിന് നമ്മുടെ ഫാദർ ആലപ്പാട്ടച്ഛനും ഇവിടുത്തെ അച്ഛനും കൂടെ ചേർന്നിട്ട് ഒരു മരം നട്ടിട്ടുണ്ട്, അശോകമരം. ഈ അശോകമരം എന്ന് വെച്ചാൽ അവിടെ ശോകമില്ലാണ്ടാവട്ടെ, ആ വീട് എന്നും സന്തുഷ്ടമുള്ളതാവട്ടെ എന്നൊരു ഐതിഹ്യത്തിലാണ് അത് നട്ടുവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വീട്ടിൽ എന്നും സന്തോഷമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഈ ക്രിസ്മസ് കാലത്ത് സ്റ്റാറും ലൈറ്റും ഒക്കെ ആ മരത്തിലിട്ട് ഡെക്കറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ 2ാമത്തെ മകൻ്റെ പിറന്നാളായിരുന്നു. അതിൻ്റെ ഒരു സെലിബ്രേഷനായിട്ട് ഒരു രുദ്രാക്ഷ മരവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ കാലാവസ്ഥയ്ക്കും ഭാവി തലമുറയ്ക്കും എല്ലാത്തിനും ഒരു നന്മയായിട്ട് മാറും എന്ന് വിശ്വസിക്കുന്നു. പിന്നെയും ചില സന്ദർഭത്തിൽ ഈ ക്രൈസ്തവരുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണം, ഞാൻ ചേറൂർ പള്ളിയിൽ വെച്ച് 42 പേര് ആദ്യ കുർബാന സ്വീകരിച്ച അവസരത്തിൽ അവർക്ക് കൊടുത്തത് മാവും തൈകളായിരുന്നു. ആ ചടങ്ങ് കഴിഞ്ഞ് അവർ പോയി വീട്ടിൽ ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ചന്ദ്രക്കാരൻ മാവ് തൈയാണ് ആ വീടുകളിൽ. ഇപ്പം അതൊക്കെ വലുതായി അവരോടൊപ്പം വലുതാവുകയാണല്ലോ. അപ്പോൾ എൻ്റെ മാവ് എന്ന് പറയുമ്പോൾ ഒരു വൈകാരികമായ ബന്ധമുണ്ട്, അതവർ സംരക്ഷിച്ച് നടത്തിക്കൊള്ളും. പാവർട്ടിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ യുവജനങ്ങളോട് നിങ്ങളുടെ പേരിൽ ഈ പള്ളിയിൽ ഒരു തേക്കും തൈ വയ്ക്കുക. അങ്ങനെ ഒരു 19 തേക്കും തൈ അവിടെ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അതിനൊരു 5-6 വർഷക്കാലം അവരതിനെ ശുശ്രൂഷിച്ചു. അപ്പോൾ അത് വളരെയധികം സഹായകരമായി, അത് പിന്നീട് പള്ളിക്കൊരു നേട്ടവുമായി തീരുമല്ലോ. വികാരിയായി സേവനമനുഷ്ഠിച്ചിരുന്ന തൃശൂരിലെ കണ്ണൻകുളങ്ങര ക്രിസ്തുരാജ ദേവാലയമുറ്റത്ത് ശാഖകൾ പടർത്തി നിൽക്കുന്ന അത്തിമരം ക്രിസ്മസ് മരമായി ആലപ്പാട്ടച്ഛൻ തന്നെ നട്ടതാണ്. കൂടാതെ ചേറൂർ ഇടവകയിൽ വികാരിയായിരുന്ന സമയത്ത് ആദ്യ കുർബാന സ്വീകരണം നടത്തിയ 40 കുട്ടികൾക്ക് വൃക്ഷത്തൈകളാണ് അച്ഛൻ വിതരണം ചെയ്തത്. നമുക്കറിയാം, ലോകത്തിലെ ജൈവ വൈവിധ്യ സമ്പന്ന പ്രദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കൊച്ചു കേരളം ഉൾക്കൊള്ളുന്ന ഈ പശ്ചിമഘട്ട മലനിരകൾ. ഗുജറാത്തിൻ്റെ തപ്തി നദി മുതൽ നദീതീരം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന മലനിരകളുടെ ഒരു പ്രദേശമാണ് പശ്ചിമഘട്ടം. അതിൽ തന്നെ ഏറ്റവും മനോഹരവും ഏറ്റവും ജൈവ വൈവിധ്യ സമ്പന്നവും അനേകം അപൂർവ സസ്യ ജന്തുജാലങ്ങളാൽ നിബിഡമായ ഒരു പ്രദേശമാണ് കേരളം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം. അടുത്ത കാലത്തായി നമ്മൾക്കറിയുന്നത് പോലെ പലവിധ പ്രശ്നങ്ങൾ ഈ ജൈവ വൈവിധ്യത്തെയും ഈ ആവാസ വ്യവസ്ഥയെയും ഈ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റിയ, അല്ലെങ്കിൽ ഇന്ന് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ഉറപ്പിക്കുന്ന, അതല്ലെങ്കിൽ അതിൻ്റെ ആധാരശിലയായ ഈ വൈവിധ്യം, അല്ലെങ്കിൽ ഈ ആവാസ വ്യവസ്ഥ, അല്ലെങ്കിൽ ഈ ഇക്കോളജി, ഈ പരിസ്ഥിതിയെ പല കാരണങ്ങൾ കൊണ്ടും പല രീതിയിലും പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനിർമ്മിതമായോ അല്ലാതെയോ തന്നെ പലവിധ മാറ്റങ്ങൾ നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക്, പല പ്രശ്നങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ലോകത്താകമാനം ഇന്ന് സസ്യ ജന്തുജാലങ്ങളാൽ അന്യം എക്സ്റ്റിങ്ക്റ്റ് കാറ്റഗറിയിലേക്ക്, അതായത് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ധാരാളം സസ്യങ്ങളെയും ജന്തുജാലങ്ങളെയും അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ള പട്ടികയിലേക്ക്, ചുവപ്പ് പുസ്തകത്തിൻ്റെ പട്ടികയിലേക്ക് ചേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചുവപ്പ് പട്ടികയുള്ള സസ്യജാലങ്ങളുടെയും അപൂർവ സസ്യജാലങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഒരു കലവറയാണ് നമ്മുടെ കേരളം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം. ഇതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണവും അർബൻ ഫോറസ്ട്രി, അതായത് നമ്മുടെ നഗരങ്ങളിലെ വനവൽക്കരണവും അവരുടെ ആവാസ വ്യവസ്ഥ സംരക്ഷണവും അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ള ഒരു മഹത്തായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്. ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേരുന്നതാണ് ദൈവത്തിലേക്ക് എത്തുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം എന്ന് നമ്മൾ പോപ്പ്
ബഹുമാനപ്പെട്ട പോപ്പ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ എല്ലാം സാരാംശം മൊത്തം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ജീവിതത്തിൽ നടപ്പിലാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ തൃശ്ശൂരിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഇതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു അവസരത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ ഇലഞ്ഞിമരം മറിഞ്ഞു വീണപ്പോൾ അതിനുവേണ്ടി അത് ഉയർത്തുവാനും അതിനെ പുനരുജ്ജീവിക്കാനും വേണ്ടി അദ്ദേഹം നടത്തിയ വളരെയധികം പ്രശംസനീയമായ വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞ ആ പ്രവൃത്തിയിൽ കൂടി ആ ഇലഞ്ഞിമരത്തിന് ഒരു ജീവൻ ലഭിക്കുകയുണ്ടായി. അത് എല്ലാവർക്കും, തൃശ്ശൂർ മാത്രമല്ല, തൃശ്ശൂരിൻ്റെ ഏതായാലും ഈ ക്ഷേത്ര നഗരിയായാലും പള്ളിയായാലും മറ്റുള്ള മുസ്ലിം പള്ളികളായാലും എവിടെയായാലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയധികം എവിടെയും വളരെയധികം കാണാൻ പറ്റുന്ന ഒന്നാണ് എന്ന് നമുക്ക് വളരെ നിസ്സംശയം പറയാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഇന്ന് തൃശ്ശൂരിൻ്റെ വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ ഒരു ആഫ്രിക്കൻ റീജിയനിൽ നിന്നും വന്ന ഒരു പ്രത്യേകതരം മരമുണ്ട്. കൈജീലിയ പിന്നേറ്റ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയനാമം. അത് വളരെയധികം പീഡകളാൽ നശിച്ചു പോയപ്പോൾ അവിടെ അത് പുനരുജ്ജീവിപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് പലവിധ പഠനങ്ങൾ നടത്തുകയും ലാസ്റ്റ് അവിടുന്ന് പല അന്വേഷണങ്ങൾക്ക് ഒടുവിൽ ഇത് കളക്ട് ചെയ്ത് അവിടെ തന്നെ പ്ലാന്റ് ചെയ്ത് ഇപ്പോഴും വളരെ നല്ല രീതിയിൽ അത് വളർന്നു വരുന്നുണ്ട്. ഇതുപോലെ അനേകം ഉദാഹരണങ്ങൾ. ഫാദർ ജൂബിലി മിഷൻ്റെ ഡയറക്ടറായിരുന്ന സമയത്ത് നമ്മൾക്കറിയാം, ആ സമയത്ത് അതിൻ്റെ റോഡ് സൈഡ് പോയി കഴിഞ്ഞാൽ വളരെ ഹരിതാഭമായ ഒരു വീതിയായിരുന്നു അതിന് അടുത്തുണ്ടായിരുന്നത്. മുളയായാലും മറ്റുള്ള സസ്യങ്ങളായാലും എപ്പോഴും പ്രകൃതിയിലേക്ക്, എപ്പോഴും ജനങ്ങളിലേക്ക് എത്തുന്നത് പ്രകൃതിയിൽ കൂടിയാണ്. പ്രകൃതി ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ആ ഹൃദയത്തിൽ ആ ഒരു സന്ദേശം ആവാഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് ആലപ്പാട്ട്, ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്. പിന്നെ വേറൊരു സുഹൃത്ത്, ഫ്ലോറ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തിന് മരങ്ങളോട് വലിയ താല്പര്യമാണ്. എനിക്കാണെങ്കിൽ മരം വയ്ക്കാൻ 1 ഇഞ്ച് ഭൂമി എൻ്റെ കയ്യിലില്ല. അപ്പോൾ അദ്ദേഹം ഈ മരങ്ങൾ സംരക്ഷിക്കുന്നത് കൊണ്ട് എനിക്ക് അപൂർവമായ മരങ്ങൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ കൊണ്ട് ഏൽപ്പിക്കും. അവിടെ അദ്ദേഹം അത് പരിപാലിച്ചു കൊണ്ടുവരാനായിട്ട് വളരെയധികം, അവിടെ അദ്ദേഹത്തിൻ്റെ 60ാം ജന്മദിനത്തിന് ഒരു വേങ്ങ മരം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേങ്ങ മരമൊക്കെ ഇപ്പോൾ വളരെയധികം ഉയർന്നു, വളരെ വലുതായി. വേങ്ങ എന്ന് പറയുന്ന 400-500 വർഷം വളർച്ചയുള്ള രാജമരം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ മരണശേഷം ആ മരം നമ്മുടെ പ്രതിനിധിയായിട്ട് നമ്മുടെ അങ്കണത്തിൽ നിലനിൽക്കുന്നത് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വധൂവരന്മാർ ചേർന്ന് ഒരു രക്തചന്ദനം വെച്ചു. അത് ഇതുപോലെ തന്നെ. അപ്പോൾ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഓരോ സന്ദർഭത്തിൽ, ഒരു വർഷം ഞങ്ങളുടെ ഒരു ബാച്ച് വൈദികർ, അവർക്ക് പട്ടം ലഭിച്ചപ്പോൾ ആ 12 വൈദികരെയും വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ഒരു 12 തെങ്ങൻ തൈ വെച്ചു. കണ്ണംകുളങ്ങര പള്ളിയിൽ വെച്ചിട്ട് 12 തെങ്ങൻ തൈ വെച്ചു. അത് അവരുടെ തെങ്ങൻ തൈയാണ്. അവരുടെ പൗരോഹിത്യത്തിൻ്റെ, അവരുടെ പുരോഹിത ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ മണ്ണിൽ വെച്ചാലും മനസ്സിലാണ് മരങ്ങളൊക്കെ പച്ചപിടിച്ച് വരുന്നത്. അപ്പോൾ അതുവഴി ഈ വൃക്ഷങ്ങളുടെ സംരക്ഷണ സന്ദേശമാണ് അവരെ പരിചയപ്പെടുത്തിക്കൊള്ളാൻ ശ്രമിക്കുന്നത്. ആലപ്പാട്ടച്ചനെ അത്ഭുതപ്പെടുത്തിയ വ്യക്തിയാണ് ഏങ്ങണ്ടിയൂർ ഏത്തായി സ്വദേശി വിജീഷ്. 85 സെന്റ് വരുന്ന തൻ്റെ പുരയിടത്തിൽ വിവിധയിനം വൃക്ഷങ്ങളെ യഥേഷ്ടം വളരാൻ അനുവദിക്കുന്ന വിജീഷിൻ്റെ നിലപാട് വൃക്ഷങ്ങൾക്കുമേൽ കോടാലി വയ്ക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കും. വൃക്ഷങ്ങളെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി വേരുപടർത്തി ശാഖ വിടർത്തി വളരാൻ അനുവദിക്കുകയാണ് ഈ വൃക്ഷസ്നേഹി. ഈ വിജീഷിൻ്റെ ഈ തൊടിയിലേക്ക് വന്നപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു വീട്ടിലെത്തിയതുപോലെയുള്ള അനുഭവമാണ്. വിജീഷ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊടി മുഴുവൻ ഒരു കാടാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു കാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത്രത്തോളം വൈവിധ്യങ്ങളുള്ള മരങ്ങൾ, ഇനിയും താഴെ നിന്ന് ധാരാളം മരങ്ങൾ സ്വാഭാവികമായിട്ട് കൊച്ചു തൈകൾ മുന്നോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇതൊരു 10 വർഷത്തിനുള്ളിൽ ഒരു നിബിഡ വനമാകുമെന്നുള്ള ഒരു സന്തോഷമാണ് വാസ്തവത്തിൽ തോന്നുന്നത്.
ഇത് കാണുമ്പോൾ എൻ്റെ എളിയ പ്രവർത്തനങ്ങൾ കഴിയാവുന്നിടത്തോളം മരങ്ങൾ വെച്ച് വളർത്തുക, അതാണ് ലോകത്തിൻ്റെ രക്ഷ. ആഗോള താപനത്തിനുള്ള ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഒരു പരിഹാരം അതാണ് എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമായി കാണുന്നതിലുള്ള വലിയ സന്തോഷമുണ്ട്. ഓരോ ഇടവകയിലും വിവാഹം, മാമോദീസ, സ്ഥൈര്യലേപനം തുടങ്ങിയ കൂദാശ സ്വീകരണ വേളകളിൽ വൃക്ഷങ്ങൾ നടുന്ന സംസ്കാരം വളർത്തിയെടുക്കാൻ വൈദികർക്ക് സാധിക്കും. സാധ്യതയും സാഹചര്യവും കണക്കിലെടുത്ത് ഇടവകയിലെ കുടുംബങ്ങളെ വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്ന ജീവസംസ്കാരത്തിലേക്ക് നയിക്കാൻ ഫ്രാൻസിസ് പാപ്പായോടൊപ്പം നമുക്കും കൈകോർക്കാം. ശാലോം ചാനലിൽ സംപ്രേഷണം ചെയ്യാൻ ക്രിസ്മസ് പ്രോഗ്രാം ചിത്രീകരിച്ചതിൻ്റെ ഓർമ്മയിൽ ആലപ്പാട്ടച്ചൻ ഏങ്ങണ്ടിയൂർ ഏത്തായി വിജേഷിൻ്റെ വൃക്ഷനിബിഡമായ മുറ്റത്ത് വിദേശ വൃക്ഷമായ ഡക്ക് ഫ്രൂട്ടിൻ്റെ ഒരു തൈ നട്ടു.